ദേശീയപാതയിൽ ഉയര മൺപാതകൾക്ക് പകരം ഫ്ലൈ ഓവറുകൾ നിർമ്മിക്കുമെന്ന കേന്ദ്ര പ്രഖ്യാപനം വന്നതോടെ ആവേശത്തിലാണ് കൊല്ലം ജില്ലയിലെ ഓച്ചിറ നിവാസികൾ. ഉയര മൺപാതകളുടെ നിർമ്മാണം ആരംഭിച്ചതോടെ 28ാം ഓണാഘോഷം അടക്കം നഷ്ടമാകുമോ എന്ന ആശങ്കയിലായിരുന്നു ജനങ്ങൾ. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഫ്ലൈ ഓവറുകളുടെ നിർമ്മാണം ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. ഓച്ചിറയിൽ നിന്ന് കണ്ണൻ നായർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 6 ബ്ലോക്കുകൾക്ക് നടുവിൽ വലിയ രീതിയിൽ മണ്ണ് നിറച്ച് അവിടെ പാത നിർമ്മിക്കുന്നതിന്റെ പേരിൽ വലിയ രീതിയിൽ പ്രക്ഷോഭം കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളുണ്ടായി. പ്രത്യേകിച്ച് ക്ഷേത്രനഗരമായിട്ടുള്ള ഓച്ചിറ പോലെയുള്ള സ്ഥലങ്ങളിൽ മനുഷ്യച്ചങ്ങല അടക്കം തീർത്തുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾക്ക് വേദിയായ ഒരു സ്ഥലം കൂടിയാണ്. ഇപ്പോൾ അവർക്ക് അല്പം ആശ്വാസം നൽകുന്ന കാര്യം, അല്ലെങ്കിൽ സന്തോഷം നൽകുന്ന കാര്യം, അവിടുത്തെ മൺ പാതകൾ, അതായത് ഉയരത്തിലുള്ള മൺപാതകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് ഫ്ലൈ ഓവറിലേക്ക് പാതകൾ നിർമ്മിക്കാനുള്ള തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നു എന്നുള്ളതാണ്, അല്ലേ? അതെ. ഓച്ചിറ നിവാസികളുടെ ഒരു വലിയ ആവശ്യം ഇപ്പോൾ സാധ്യമായിരിക്കുകയാണ്. ഈ മൺ നിറച്ചുള്ള ഭിത്തിയിലുള്ള പാതയ്ക്ക് പകരമായിട്ട് പില്ലർ എലിവേറ്റഡ് ഹൈവേ സാധ്യമായിരിക്കുന്നു. അത് ഓച്ചിറയെ സംബന്ധിച്ച്, ഓച്ചിറയിലെ ക്ഷേത്രവിശ്വാസികളെയും ഓച്ചിറയിലെ വ്യാപാര സമൂഹത്തെ സംബന്ധിച്ചും വളരെ വലിയ കാര്യമാണ്. അത് സാധ്യമാകത്തില്ല എന്ന് മറ്റ് ജനപ്രതിനിധികളൊക്കെ പറഞ്ഞ സമയത്തും അത് സാധ്യമാക്കി തരാം എന്ന് ഇവിടെ സന്ദർശിച്ചുകൊണ്ട് BJP സംസ്ഥാന അധ്യക്ഷൻ നൽകിയ ഈ ഓച്ചിറയ്ക്ക് നൽകിയൊരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനം ഇപ്പോൾ പാലിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ പ്രദേശത്തിൻ്റെ ഒരു പ്രത്യേകത 28ാം ഓണം, ഓണാട്ടുകാരുടെ ദേശീയോത്സവം എന്ന് പറയപ്പെടുന്ന 28ാം ഓണത്തിന് കാളകളയുമായി വലിച്ചുകൊണ്ട് വരുന്ന നാട്ടുകാർ, അവർക്കൊക്കെ തന്നെ ഈ കെട്ടുകാഴ്ചയുമായി വരാനുള്ള ബുദ്ധിമുട്ടൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഇതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികൾ, രക്ഷാധികാരി അടക്കമുള്ള ആൾക്കാരുണ്ട്. സന്തോഷത്തിൽ തന്നെയാണ്. കാര്യം ഞങ്ങളെ സംബന്ധിച്ചതൊരു ഓച്ചിറയുടെ അഭിമാനമൊന്നുമല്ല, ഓച്ചിറയുടെ ഒരു ജീവനമാണ്. കാരണം ഓച്ചിറ ഇത്രയും കൂടുതൽ ജനങ്ങൾ തിങ്ങി വരുന്ന ഒരു സ്ഥലം കേരളത്തിൽ തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഓച്ചിറ മാത്രമാണുള്ളത്. അവിടെയാണ് ഈ കൊട്ടിയടയ്ക്കപ്പെട്ട ഹൈവേയുടെ അശാസ്ത്രീയമായ ഹൈവേ. നമുക്കറിയാം, പാലൽ റോഡൊക്കെ ഉണ്ടാക്കുന്ന വളരെ ഇടുങ്ങിയതും ഒക്കെയാണ്. ഓച്ചിറയെ സംബന്ധിച്ച് ഇത് വന്നു കഴിഞ്ഞാൽ ഓച്ചിറ എന്ന് പറയുന്ന മഹാനഗരമല്ല ഇല്ലാതാകുന്നത്, ഓണാട്ടുകര തന്നെയാണ്. 200 വർഷം മുമ്പ് വാടാൻ കോണർ ഓച്ചിറയെ പറ്റി എഴുതിയിരിക്കുന്നത് 10,000-ത്തിലധികം ആൾക്കാർ വരുന്ന ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പം അതൊക്കെ കൂടിയിട്ട് ഏതാണ്ട് 5 ലക്ഷത്തോളം ആൾക്കാർ 28ാം ഓണത്തിന് തന്നെ വരുന്നുണ്ട്. ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ ഉള്ള സൗകര്യം ഈ ഹൈവേ ഇവിടെ ഉള്ളതുകൊണ്ടായിരുന്നു. പക്ഷേ കെട്ടിയടച്ച് കഴിയുമ്പോഴത്തേക്കും ഇത്രയും ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലേക്ക് ഇത് മാറുകയും ഏത് തരത്തിലും ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഈ പില്ലർ എലവേറ്റഡ് ഹൈവേ നമ്മൾക്ക് ലഭ്യമായിരിക്കുകയാണ്. അതിനാണ് ഒട്ടേറെ ആൾക്കാരുണ്ട്, സമരവുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ ആൾക്കാരുണ്ട്, പ്രദേശവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. ഈ രണ്ട് പ്രദേശത്ത്, അതായത് ഹൈവേയുടെ മറുഭാഗത്തും ഈ ഭാഗത്തുമുള്ള നാടിനെ രണ്ടായി വിഭജിക്കുന്ന തരത്തിലേക്കായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ. അത് മാറുന്നു, ഫ്ലൈ ഓവറിലേക്ക് ഈ പാതയുടെ നിർമ്മാണം മാറുന്നു. വലിയ സന്തോഷത്തിൽ തന്നെയാണ് ഓച്ചിറ നിവാസികൾ, പ്രത്യേകിച്ച് ഓണാട്ടുകരക്കാർ. ക്യാമറമാൻ ഷാനാസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.